ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈക്കിലോട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ജെമിനി സർക്കസ് ആണ്. ഇപ്പോൾ ഞാനുള്ളത് ജെമിനി സർക്കസിന്റെ കൂടാരത്തിന്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെമിനി സർക്കസിന്റെ ഫ്രണ്ടിലുള്ള സർക്കസ് കൂടാരത്തിന്റെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ടാണ്. ഇവിടെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ പാർക്കിങ്ങിന് വളരെ കുറച്ച് റേറ്റ് മാത്രം കൊടുത്താൽ മതി. ഇവിടെ 3 ഷോ ആണ് ടോട്ടലായിട്ട് വരുന്നത്. ഒന്ന് 1 PM, ഒന്ന് 4 PM, പിന്നെ ഒന്ന് 7 PM വരുന്നത്. ഇവിടെ ടിക്കറ്റ് ചാർജ് വളരെ കുറവാണ്. 150 രൂപ തൊട്ടിട്ട് 500 രൂപ വരെയാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 500 രൂപ എന്നൊക്കെ പറയുന്നത് VIP സീറ്റിനാണ്. നോർമൽ സീറ്റിന് വെറും 250 അല്ലെങ്കിൽ 150 രൂപയെ വരുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ സർക്കസ് കൂടാരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഫാനുകൾ കറങ്ങുന്നത് കാണാൻ കഴിയും. മാത്രമല്ല ഇവിടെ ലൈറ്റുകൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സർക്കസ് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ആൾക്കാർ വരാനുള്ള സമയം അവർ കൊടുക്കുന്നതുകൊണ്ടാണ് സർക്കസ് നേരത്തെ തുടങ്ങാത്തത്. ആൾക്കാർ വന്നു കഴിയുമ്പോഴാണ് സർക്കസ് തുടങ്ങുന്നത്. സർക്കസ് ശരിക്കും 3 മണിക്കൂറുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കസിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു വീഡിയോയിലായിട്ട് കാണിക്കുന്നില്ല. ഇതിന്റെ തന്നെ വേറെയും കുറച്ച് പാർട്ടുകൾ ഇറങ്ങുന്നതായിരിക്കും. സർക്കസിന്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യത്തെ പാർട്ടിൽ കാണിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത പാർട്ടിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇപ്പൊ സർക്കസിന്റെ തുടക്കമായിട്ട് കുറെ ചേച്ചിമാര് ഫ്ലാഗുകൾ വെച്ചിട്ട് സർക്കസ് തുടങ്ങുന്നതായി കാണിക്കുന്നുണ്ട്. പല കളറുകളിലുള്ള ഫ്ലാഗാണ് ഇപ്പോൾ അവര് കാണിക്കുന്നത്. ഈ ജെമിനി സർക്കസ് ആദ്യമായിട്ട് തുടങ്ങിയത് ജെമിനി ശങ്കരൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ ഈ അടുത്ത് 2023 98 വയസ്സായപ്പോൾ മരിച്ചുപോയി. ആദ്യമായിട്ട് ജെമിനി സർക്കസ് കോയമ്പത്തൂരാണ് തുടങ്ങിയത്. ഇത് 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തൃശ്ശൂർ വരുന്നത്. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ സർക്കസ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. സർക്കസിന്റെ തുടക്കമായപ്പോൾ തന്നെ നമ്മുടെ ജോക്കർ വന്നിട്ട് ഇവിടെ തൊപ്പിയിൽ നിന്ന് സ്പ്രേ ചെയ്തിരിക്കുന്ന ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് വെള്ളമൊക്കെ ചീറ്റിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ കുറെ ചേട്ടന്മാര് ഹായും കാട്ടി പോകുന്നുണ്ട്. ഒരു ചേട്ടൻ വന്നിട്ട് തൊപ്പിയും വടിയും ഉപയോഗിച്ചുള്ള അഭ്യാസം കാണിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് മാജിക്കും സിലമ്പവും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു അഭ്യാസമായിട്ടാണ് തോന്നുന്നത്. 6-ാം തീയതി സൺഡേയോട് കൂടെ കഴിയുന്നതായിരിക്കും. ഇനി മെയ് 1-ാം തീയതി വേറൊരു സ്ഥലത്ത് തുടങ്ങുന്നതായിരിക്കും. ആ സ്ഥലത്തിന്റെ പേരാണ് പെരിന്തൽമണ്ണ. ഇപ്പൊ ഈ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജഗ്ലിംഗ് എന്ന് പറഞ്ഞ അഭ്യാസമാണ്. വടി കറക്കിയിട്ട് ഒരു കൈയിൽ നിന്ന് അപ്പുറത്തെ കൈയിലേക്ക് മാറ്റി ഇട്ടുകൊണ്ടിരിക്കുന്ന അഭ്യാസത്തിനാണ് ജഗ്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആ ചേട്ടനാണെങ്കിൽ ബോൾ വെച്ചിട്ടാണ് ജഗ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ചെറിയ ബോളിലൊക്കെയാണ് ഇപ്പൊ ചേട്ടൻ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ സർക്കസ് നടക്കുന്ന കൂടാരത്തിന്റെ പുറത്തും വേറെയും കൂടാരങ്ങൾ കാണാൻ കഴിഞ്ഞു. ഈ അഭ്യാസങ്ങൾ കാണിക്കുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ആ കൂടാരങ്ങൾ പുറത്തുള്ള.
ജെമിനി സർക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിൽ തന്നെ ആദ്യത്തെ ആനിമൽ ഫ്രീ ആയിട്ടുള്ള സർക്കസ് ആണ്. സാധാരണ സർക്കസുകളിലൊക്കെ ആനിമൽസ് ഉണ്ടാവും, ഈ സർക്കസിൽ ആനിമൽസ് ഉണ്ടാവില്ല. മൊത്തം ആൾക്കാർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അഭ്യാസങ്ങൾ കാണിച്ചു തരുന്നതാണ് ജെമിനി സർക്കസിന്റെ പ്രത്യേകത. ഇപ്പൊ ചേട്ടൻ റിങ്ങുകൾ വെച്ചിട്ടാണ് ജഗ്ലിങ് ചെയ്തത്. ജഗ്ലിങ് നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാവുന്നേ, പക്ഷെ അതിൽ 2 ബോർഡിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് എളുപ്പം. പക്ഷെ ഈ 3 ബോർഡിലൊക്കെ വെച്ച് ചെയ്യുന്ന ഈ ചേട്ടന്റെ കഴിവ് നമ്മൾ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. ജോക്കർ എക്സ്ട്രാ റിങ്ങുകൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെയ്യുന്നതിന്റെ ഇടയിലായിരിക്കും റിങ്ങുകളുടെ എണ്ണം കൂടുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് ക്രിക്കറ്റ് പോലത്തെ ചെറിയ ബോളുകൾ വെച്ചാണ്, ഇപ്പൊ ഫുട്ബോളിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ബോളുകൾ വെച്ചാണ് ഇപ്പൊ ചേട്ടൻ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കടിച്ചു പിടിച്ചിരുന്ന വടിയുടെ മുകളിൽ ബോൾ ബാലൻസ് ചെയ്യാനുള്ള അഭ്യാസമാണ് ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. മൂന്ന് ഫുട്ബോളിലൊക്കെ കളിക്കുന്ന ബോളുകൾ വെച്ചാണ് ഇപ്പൊ അഭ്യാസം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു കൈ മാത്രം വെച്ച് ജഗ്ലിങ്ങും മറ്റേ കയ്യിൽ ബോൾ കാണിക്കൊണ്ടുള്ള അഭ്യാസമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോളുകളുടെ എണ്ണം ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ തൊപ്പ് വെച്ചിട്ടുള്ള അഭ്യാസമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു റെഡ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. റെയിൻബോ കളർ ലൈറ്റ്സ് ഓൺ ആക്കി. എല്ലാവർക്കും ഗുഡ് ബൈ.